പ്രകൃതിയുടെ വിസ്മയകരമായ രൂപകൽപ്പനയും മനുഷ്യന്റെ കഠിനാധ്വാനവും ഒത്തുചേരുന്ന ലോകത്തിലെ അപൂർവ കാഴ്ചകളിൽ ഒന്നായ ഗ്രീസിലെ മെറ്റിയോറ അന്താരാഷ്ട്ര ശ്രദ്ധയാകർഷിക്കുന്നു. ആകാശത്തേക്ക് കുതിച്ചുയർന്നു നിൽക്കുന്ന കൂറ്റൻ പാറക്കൂട്ടങ്ങളും അവയുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന പുരാതന ക്രിസ്ത്യൻ ആശ്രമങ്ങളുമാണ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയും ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ മെറ്റിയോറ എന്ന വാക്കിന്റെ അർത്ഥം ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ വായുവിൽ തൂങ്ങി നിൽക്കുന്നത് എന്നാണ്. കാറ്റിലും മഴയിലും രൂപപ്പെട്ട ഈ പ്രകൃതി രഹസ്യം ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. 6 കോടി വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശം മുഴുവൻ കടലിന്റെ അടിയിലായിരുന്നു. ഭൂകമ്പങ്ങൾ കാരണം കടൽ പിൻവാങ്ങുകയും വലിയ പീഠഭൂമി രൂപപ്പെടുകയും ചെയ്തു. ലക്ഷക്കണക്കിന് വർഷങ്ങളായി വീശിയടിച്ച ശക്തമായ കാറ്റും മഴയും മൃദുവായ പാറകളെ ഒഴുക്കിക്കളയുകയും കഠിനമായ സാൻഡ്സ്റ്റോൺ പാറക്കൂട്ടങ്ങൾ മാത്രം അവശേഷിപ്പിക്കുകയും ചെയ്തു. പിന്നീട് 9-11 നൂറ്റാണ്ടുകളിൽ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് പ്രാർത്ഥനയ്ക്കായി എത്തിയ ഹെർമിറ്റ്സ് എന്നറിയപ്പെടുന്ന സന്യാസിമാർ ഈ പാറയിടുക്കിൽ താമസമാക്കി. താഴെയുള്ള ഗ്രാമീണർ നൽകിയിരുന്ന ആഹാരം മാത്രമായിരുന്നു ഇവരുടെ ഏക ജീവനോപാധി. 12-ാം നൂറ്റാണ്ടോടെ ഇവർ ഒരു ചെറിയ സന്യാസി സമൂഹമായി മാറുകയായിരുന്നു. 14-ാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ സാമ്രാജ്യത്വത്തിന്റെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടാനായി സന്യാസിമാർ ഈ കുത്തനെയുള്ള പാറകളുടെ മുകളിൽ വലിയ ആശ്രമങ്ങൾ നിർമ്മിക്കുവാൻ തുടങ്ങി. 1344-ൽ അത്തനാസിയോസ് കൊയ്റ്റ്നോവിറ്റിസ് എന്ന സന്യാസി ആദ്യത്തെ പ്രധാന ആശ്രമമായ ഗ്രേറ്റ് മെറ്റീരിയോൺ സ്ഥാപിച്ചു. പിന്നീട് ഇത്തരത്തിൽ 24 ആശ്രമങ്ങൾ ഉയർന്നു വന്നു. 15 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ടുകളിൽ കലയുടെയും സാഹിത്യത്തിന്റെയും മതപരമായ കയ്യെഴുത്ത് പ്രതികളുടെയും പ്രധാന കേന്ദ്രമായി മെറ്റിയോറ മാറി. എന്നാൽ 17-ാം നൂറ്റാണ്ടിന് ശേഷം പല ആക്രമണങ്ങളും പട്ടിണിയും കാരണം ഈ ആശ്രമങ്ങളിൽ ഭൂരിഭാഗവും ഉപേക്ഷിക്കപ്പെടുകയും തകരുകയും ചെയ്തു. 1920-കളിൽ പാറകൾ വെട്ടിത്തുരുന്ന പടികളും പാലങ്ങളും നിർമ്മിച്ചതോടെയാണ് ഇവിടേക്ക് സുരക്ഷിതമായ പ്രവേശനം സാധ്യമായത്. 1988-ൽ യുനെസ്കോ മെറ്റിയോറയെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. യാതൊരുവിധ ആധുനിക സാങ്കേതിക വിദ്യകളോ റോഡുകളോ ഇല്ലാതിരുന്ന 14-ാം നൂറ്റാണ്ടിൽ ഇത്രയും ഭീമാകാരമായ പാറകളുടെ മുകളിലേക്ക് കല്ലുകളും മരങ്ങളും എത്തിച്ചത് മനുഷ്യന്റെ അസാധാരണമായ അതിജീവനത്തിന്റെ തെളിവാണ്. വലിയ മരക്കവണകളും വടങ്ങളും വലകളും ഉപയോഗിച്ചാണ് നിർമ്മാണ സാമഗ്രികൾ മുകളിലേക്ക് വലിച്ചു കയറ്റിയത്. സന്യാസിമാർ യാത്ര ചെയ്തിരുന്നതും ഇത്തരം വടങ്ങളിൽ കെട്ടിത്തൂങ്ങി വലിയ വലകളിൽ ഇരുന്നു കൊണ്ടായിരുന്നു എന്നുള്ളത് ഇന്നത്തെ തലമുറയെപ്പോലും അതിശയിപ്പിക്കുന്ന വസ്തുതയാണ്. പണ്ട് 24 ആശ്രമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 6 എണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ 4 എണ്ണത്തിൽ സന്യാസിമാരും 2 എണ്ണത്തിൽ സന്യാസിനിമാരുമാണ് താമസിക്കുന്നത്. ദിവസേന 100 കണക്കിന് പടികൾ കയറി ചരിത്രത്തിന്റെയും പ്രകൃതി ഭംഗിയുടെയും അത്ഭുതങ്ങൾ ആസ്വദിക്കുവാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്.